ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചനം സങ്കീർത്തനങ്ങൾ 100 അധ്യായം 1 തിരുവചനം. Psalm 100 verse 1. Make a joyful noise to the Lord, all the earth. സകല ഭൂവാസികളുമായുള്ളവരെ കർത്താവിന് ആർപ്പിടുവിൻ. ആമേൻ. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മ്യൂസിക് ഓഫ് ലൈഫ്, ജീവിതത്തിലെ സംഗീതം. ജീവിതത്തിൽ സംഗീതം സൃഷ്ടിച്ചത് ദൈവമാണ്. കാറ്റിൻ്റെ മൂളലിലും പക്ഷികളുടെ ശബ്ദത്തിലും സംഗീതമുണ്ട്. ദൈവം മനുഷ്യരുടെ കൂടെ വസിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ പരിപൂർണതയും പ്രമോദങ്ങളും ഉണ്ട്. വേദപുസ്തകത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 15 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മോശയും ഇസ്രായേൽ മക്കളും കൂടി ദൈവത്തെ പാടി സ്തുതിക്കുന്നതായി നാം കാണുന്നു. സംഗീതം നാം വേദപുസ്തകത്തിൽ പലഭാഗത്തും കാണുന്നുണ്ട്. അതേ അധ്യായത്തിൽ അഹറോന്റെ സഹോദരി മെറിയാം എന്ന പ്രവാചികയും അനേകം സ്ത്രീകളും തപ്പുകളോടും നൃത്തങ്ങളോടും ദൈവത്തെ പാടി സ്തുതിച്ചതായി നമുക്ക് വായിക്കാൻ കഴിയും. ഹന്നയുടെ അപേക്ഷ ദൈവം നൽകിയപ്പോൾ ഹന്ന ആലയത്തിലേക്ക് ചെന്ന് ദൈവത്തെ സ്തുതിച്ചതായി 1 ശമൂവേൽ 2 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 5 അധ്യായത്തിൽ ദെബോറയുടെയും ബാരാക്കിൻ്റെയും പാട്ടുകൾ കേൾക്കാം. ഇങ്ങനെ സന്തോഷമുള്ള ഒരുപാട് സംഗീതങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. പലതരം പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ദാവീദ് സദാസമയവും ദൈവത്തെ പാടി സ്തുതിച്ച്, ഞാൻ എപ്പോഴും കർത്താവിനെ പാടി സ്തുതിക്കും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാമേൽ ഉണ്ടായിരിക്കും എന്നാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പാടിയിട്ടുള്ളത്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിലപിക്കുവാനായി ഉണ്ടാകാം. എന്നാൽ അതിലേറെ കാര്യങ്ങൾ ദൈവത്തെ സ്തുതിപ്പാനായി ഉണ്ട് എന്നുള്ള സത്യം നാം ഒരിക്കലും മറക്കരുത്. ഈ പ്രപഞ്ചവും നമ്മുടെ സൃഷ്ടിയും ഒരു അത്ഭുതമല്ലേ? ലോകത്തിൽ വെച്ച ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് മനുഷ്യൻ കണ്ടുപിടിക്കുന്ന കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല. അത് കണ്ടുപിടിക്കാനായിട്ട് ദൈവമെടുത്ത് ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ മകുട സൃഷ്ടിയായ മനുഷ്യനാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം. ഈ പ്രപഞ്ചവും നമ്മുടെ സൃഷ്ടിയും ഒരു അത്ഭുതമാണ്. ദാവീദിന്റെ സങ്കീർത്തനങ്ങളെല്ലാം ഈ സ്തുതിപ്പുകൾ ആണ്. ദാവീദ് സകല ഭൂവാസികളോടും സ്തുതിപ്പാൻ ആവശ്യപ്പെടുന്നു. അതാണ് 100 സങ്കീർത്തനത്തിൽ ദാവീദ് പാടിവച്ചിരിക്കുന്നത്. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ കർത്താവിനെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. വലിയൊരു ആഹ്വാനമാണ്. എപ്രകാരമാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടതെന്ന് ദാവീദിലൂടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. യഹോവ തന്നെ ദൈവമെന്നറിയുവിൻ, വേറൊരു ദൈവമില്ല. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സന്തോഷത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടി വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ
വാഴ്ത്തുവിൻ. 100-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ ആണ് ആ സംഗീതം ദാവീദ് പാടിയത് നമുക്ക് വ്യക്തമായി ഗ്രഹിക്കുവാൻ കഴിയുന്നത്. ആലോചിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ എത്ര കാരണങ്ങളാണ് ഉള്ളത്. പാസ്റ്റർ സാം മുഖത്തല എഴുതിയിട്ടുള്ളൊരു പാട്ടുണ്ട്, ആരാധിക്കാൻ എനിക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ എനിക്ക് കാരണമുണ്ട്. 10 കമ്പിയുള്ള വീണയെന്ന് പറയുന്ന നമ്മുടെ ഈ 2 കരങ്ങളിലുള്ള 10 വിരലുകളാണ് 10 തന്ത്രികളെന്ന് പറയുന്നത്. ആ തന്ത്രികൾ കൊട്ടി കർത്താവിനെ സ്തുതിക്കാൻ. ചില വ്യക്തികൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ മറ്റുള്ളവർ കൈകൊട്ടി കർത്താവിനെ ആരാധിക്കുമ്പോൾ ചില വൈറ്റ് കോളറിൽ മാത്രം വരുന്ന വ്യക്തികൾ കൈകെട്ടി നെഞ്ചത്ത് കൈയും കെട്ടി നിന്ന് കർത്താവിനെ മറ്റുള്ളവർ ആരാധിക്കുന്നത് കണ്ട് ഇങ്ങനെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുണ്ട്. എൻ്റെ പൊന്നു സഹോദര, നിനക്ക് ദൈവം തന്ന ഈ കരങ്ങൾ കൊട്ടി നീ ദൈവത്തെ ആരാധിക്കുമ്പോഴല്ലോ നിന്റെ സകല ഞരമ്പിൻ്റെ ഒരു അസുഖവും നിന്റെ സകല രോഗവും മാറും കൈയടിച്ചാൽ. കാരണം നമ്മുടെ ഈ ശരീരത്തിൻ്റെ സകല സ്ഥാനങ്ങളും വന്ന് നിൽക്കുന്നത് നമ്മുടെ കയ്യിലാണ്. അതൊരു മസാജ് ചെയ്താൽ, അതുകൊണ്ട് കരങ്ങൾ കൊട്ടി കർത്താവിനെ ആരാധിക്കുമ്പോൾ സ്വർഗീയ സൗഖ്യവും വിടുതലും സന്തോഷവും ഒക്കെ നമുക്ക് ലഭിക്കും. പ്രസിദ്ധനായ കാൾ ബോർജ് എന്ന കവി ഒരു ദിവസം തൻ്റെ ആരാധനാലയത്തിൽ നിന്നും മടങ്ങുമ്പോൾ അപ്രതീക്ഷിതമായ ഇടിവെട്ടും മിന്നലും കാറ്റും മഴയും ഉണ്ടായി. അദ്ദേഹം ഭയപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം ശാന്തമായി. മാനത്ത് ഒരു മഴവില്ല് തെളിഞ്ഞു. ദൈവത്തിൻ്റെ സൃഷ്ടികളുടെ വിവിധ ഭാവങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം എഴുതിയ കവിതയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് വിശ്വപ്രസിദ്ധമായ ഹൗ ഗ്രേറ്റ് ദൗ ആർട്ട് എന്ന കവിത. അതിൽ ദൈവസൃഷ്ടിയുടെ മാഹാത്മ്യമാണ് കവി വരച്ച് കാണിക്കുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നിരാശരാകാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ദാവീദ് ഏറ്റവും കൂടുതൽ പാട്ടുപാടിയിട്ടുള്ളത് തൻ്റെ പ്രയാസ സമയത്താണ്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രയാസങ്ങളുടെ നടുവിലാണ് കർത്താവിനെ ദാവീദ് കൂടുതൽ പാടി സ്തുതിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എല്ലാത്തിനും സ്തോത്രം ചെയ്യുക. ഇതല്ലോ നമ്മളെക്കുറിച്ച് യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ഹിതം ഇതാണ്. അതറിയാതെ കണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ മുറുമുറുത്തും പരാതിപ്പെട്ടും മനസ്സിനെ ദുഃഖിപ്പിച്ചും മുറിപ്പെടുത്തിയും കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്താണ് ദൈവഹിതമെന്ന് തിരിച്ചറിയണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ദ ഗ്രേറ്റസ്റ്റ് ഗിവിംഗ് ഈസ് താങ്ക്സ് ഗിവിംഗ്. ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. നാം എങ്ങനെ ജീവിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും നമ്മളെ ഉപദേശിച്ച് പഠിപ്പിക്കുകയാണ്. എഫെസ്യർ 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. എന്നോടൊപ്പം ചേർന്നൊരാമേൻ പറ. ആമേൻ. ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം. ചില വ്യക്തികൾക്ക് ഈ അവരുടെ സ്വയാത്മാവും ദുരാത്മാവും വന്ന് കയറുമ്പം ഒത്തിരി സംഗീതങ്ങൾ അവരുടെ വായിന്ന് തന്നെ വരും. അത് കേട്ടിരിക്കുന്നവർക്ക് ഭയങ്കര അനുഗ്രഹമായിരിക്കും. അന്യഭാഷ, സ്വർഗീയ ഭാഷയുടെ കാര്യമല്ലേ ഈ പറയുന്നത്. അന്യഭാഷ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അസഭ്യത്താൽ നിറയപ്പെടുന്ന ദുഷിച്ച വാക്കുകൾ സംസാരിക്കുന്ന വെളുത്ത ഭക്തർ നമുക്ക് ചുറ്റും കാണാം. അവർ ആ ഒരു പ്രത്യേക ഭാവത്തിലേക്ക് വരുന്നത് പ്രത്യേക ആത്മാവ് അവരുടെ ഉള്ളിൽ നിറയുമ്പോഴാണ്. എന്നെ കേൾക്കുന്ന സഹോദരി, നീ വാ തുറന്ന് സംസാരിക്കുമ്പോൾ ഒരിക്കലും നിന്റെ സഹോദരനെയോ സഹോദരിയെ ദുഷിക്കരുത്. ദൈവച്ചായൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശപിക്കരുത്. ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും. എപ്പോഴും ദൈവത്തെ നാം സ്തുതിക്കണം. സ്വർഗത്തിൽ എപ്പോഴും മുഴങ്ങി കേൾക്കുന്നത് സ്തുതിപ്പിൻ്റെ സംഗീതമാണ്. യെശയ്യാ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരും 6-ാം അധ്യായത്തിൽ. യെശയ്യാ കാണുന്ന സ്വർഗീയ ദർശനത്തിൽ മുഴങ്ങിക്കേട്ടത് 6 ചിറകുകളുള്ള സറാഫുകൾ ഭക്തിയും ബഹുമാനത്തോടും 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നുയർന്ന്
കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്ത് പറയുന്നതാണ്. യോഹന്നാൻ കണ്ട ദർശനത്തിലും കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും കൊടുക്കുന്ന ഒരുപാട് ദൂതന്മാരെ കണ്ടു. സ്വർഗത്തിൽ മുഴങ്ങി കേൾക്കുന്ന ഈ സ്തുതി എപ്പോഴും നമ്മോടും അർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. എവിടെയാ ദൈവം വസിക്കുന്നേ? മനുഷ്യനിർമ്മിതമായ ഒരു പള്ളിയിലുമല്ല, ഒരാരാധന ആലയത്തിലുമല്ല. ദൈവം തൻ്റെ മക്കളുടെ സ്തുതികളിലാണ് വസിക്കുന്നത്. ദൈവം തൻ്റെ മക്കളുടെ സ്തുതികളിലാണ് വസിക്കുന്നത്. അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചത് സ്തോത്രമെന്ന യാഗമർപ്പിക്കാനാണ്. ഹല്ലേലൂയ. അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുമായിരിക്കണം ആ യാഗമർപ്പിക്കേണ്ടത്. ആ യാഗമർപ്പിക്കാൻ ഒരു ചെലവുമില്ല. ആർക്കും കൈക്കൂലിയും കൊടുക്കണ്ട, പണവും കൊടുക്കണ്ട. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ അർപ്പിച്ചാൽ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണെന്നും എൻ്റെ ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും ഭവിക്കുകയില്ല എന്നും ഉറച്ച് വിശ്വസിക്കുമ്പോൾ ദൈവത്തെ സന്തോഷത്തിലും സന്താപത്തിലും പാടി സ്തുതിക്കാൻ നമുക്ക് കഴിയും. ചില വ്യക്തികൾക്ക് ഈ പ്രയാസങ്ങൾ ഏറി വരുമ്പോൾ അവർ പുറകോട്ട് വലിയും. ആരാധനയ്ക്ക് വരത്തില്ല, പ്രാർത്ഥനയ്ക്ക് ഇരിക്കില്ല, ബൈബിൾ വായിക്കില്ല. അവിടെ ജയിക്കുന്ന ആരാണെന്നറിയാമോ? നിന്നെ ഇതെല്ലാം കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ദുരാത്മശക്തിയാണ്. അവനാണ് നീ കൈ കൊടുക്കുന്ന ആ സമയത്ത്. നന്മകളെ എണ്ണി എണ്ണി സ്മരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് നന്ദിയും സ്തുതിയും സ്തോത്രവും അല്ലാതെ മറ്റെന്താ വരിക? അതുകൊണ്ട് 101 സങ്കീർത്തനം 1 വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും, യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും. ഹല്ലേലൂയ. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് സ്തോത്രയാഗം അർപ്പിക്കാനാണ്, കർത്താവിനെ നന്ദി അർപ്പിക്കാനാണ്. എപ്പോഴും നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ കർത്താവിനെ പാടി സ്തുതിക്കണം. അതുകൊണ്ട് 103 സങ്കീർത്തനത്തിലൂടെ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്ന ഗാനം ഇതാണ്. 1-2 വാക്യങ്ങൾ. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. ഇന്ന് നാം കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? ജീവനോടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാനും തിരുമുഖം കണ്ടുണരുവാനും ദൈവം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ രാത്രി നമ്മൾ കിടന്നുറങ്ങി, അവിടുത്തെ കരം നമ്മളെ താങ്ങിയതിനാൽ ഉണർന്നുമിരിക്കുന്നു. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ ഇൻ അവർ ലൈഫ് ദാറ്റ് ഹാപ്പൻഡ് ടുഡേ. സ്തോത്രം. അതുകൊണ്ട് എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഇപ്രകാരമാണ് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന വിശുദ്ധർ ചെയ്യേണ്ടത്. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കർത്താവ് തരാതെ ഒന്നുമില്ല. ഈ ഭൂമിയിൽ എന്തെങ്കിലും നേടുന്നെങ്കിൽ നമ്മൾ നേടിയതല്ല, കർത്താവായിട്ട് തന്നതാണ്. നമ്മൾ ആരും നിന്നതല്ല, നമ്മളെ നിർത്തിയതാണ്. അതുകൊണ്ട് എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ജീവിതത്തിലെ സംഗീതം, മ്യൂസിക് ഓഫ് ലൈഫ്. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് തന്ന ഈ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാനും അവിടുത്തെ പ്രകാരങ്ങൾക്ക് കടന്നു വരുവാനും വീണ്ടും ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളെ തിരുവചനം പഠിപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് വചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി കൂട്ടായ്മയായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു അനുഗ്രഹമായി ഞങ്ങളിലൂടെ അനേകർ അനുഗ്രഹം പ്രാപിക്കാൻ കൃപ ചെയ്യണം. കർത്താവേ, നീ ഞങ്ങൾക്കായി തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രപഞ്ചത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുന്ന ഓരോരോ അനർത്ഥങ്ങൾ സ്തോത്രം, അവയിൽ കൂടുതലും ദൈവമേ നിന്റെ മക്കളായ ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന സംഭവങ്ങളാണല്ലോ. എങ്കിലും അങ്ങറിയാതെ ഈ ലോകത്തിലൊന്നും സംഭവിക്കുന്നതല്ല നന്മയ്ക്കായി തന്നെ മാറ്റുന്നുവെന്നുള്ള ആ അടിയുറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. താവേ, വരും ദിനങ്ങളിൽ പ്രകൃതിയുടെ ക്ഷോഭത്തെ അവിടെ നടക്കണമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ദൈവമേ, അവിടുത്തെ കരം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ വയലുകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടിയെയും തുരുത്തിയെയും അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും മക്കളെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നവയെ പ്രത്യേകിച്ച് കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം, വിടുതലും ശക്തിയും സന്തോഷവും നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓരോരുത്തരും വിവിധയിടങ്ങളിൽ പാർക്കുന്ന ഞങ്ങൾ
ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളൊരു അനുഗ്രഹമായി ഞങ്ങളുടെ അനേകം അനുഗ്രഹം പ്രാപിക്കുവാൻ കൃപ ചെയ്യണം. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവരെയും കരയിലൂടെ സഞ്ചരിക്കുന്നവരെയും സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തികളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ യാചന കേട്ടിരിക്കുക. നന്ദിയപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം.